നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇത് രാവിലെ തൊട്ടുള്ള കുറച്ച് ജോലികളാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു. അതായത് ഞാൻ രാവിലെ ആദ്യം ചെയ്യുന്നത് പുറത്ത് തൂക്കലും, മിറ്റം തൂക്കലും, റോഡ് തൂക്കലും, പിന്നെ വീടിൻ്റെ അകമെല്ലാം താഴെയും മേളിലും എല്ലാം തൂക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൈയും കാലും മുഖമൊക്കെ കഴിയതിന് ശേഷം ആണ് വന്നിട്ട് അടുക്കളയിൽ ജോലി തീർക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേയുള്ള ജോലികളാണ്. അപ്പോൾ ഞാൻ ഇത് കടലക്കറിയാണ് ആദ്യം വെച്ചത്. കടല വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് ചിക്കനും വേവിക്കാൻ വെച്ചു. അത് തലേന്ന് തന്നെ ഞാൻ മസാലയെല്ലാം പുരട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് രണ്ടും വെച്ചു, ചായയും വെച്ചു കേട്ടോ. പിന്നെ ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ എൻ്റെ ചായ എടുത്ത് ആദ്യം മാറ്റിയതിന് ശേഷം ഞാൻ അവർക്കുള്ള മധുരമൊക്കെ ചേർക്കുള്ളൂ. ഇത് കടലക്കറിക്കും പിന്നെ ചിക്കൻ കറിക്കും വേണ്ടിയിട്ടുള്ള സവോളയും വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഞാൻ അരിയണം. അപ്പോൾ ആദ്യം കടലക്കറിയാണ് രാവിലത്തേക്ക് ആവശ്യമുള്ള കറി ആദ്യം തീർക്കണം. അപ്പോൾ കടലക്കറിയും ചപ്പാത്തിയാണ് കേട്ടോ രാവിലത്തെ ആഹാരം. അപ്പോൾ ഇത് ചോപ്പറുള്ളത് കാരണം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാക്കി കഴിയുമ്പോൾ ഞാൻ വെളുത്ത കടല ഇടുമ്പോഴത്തേക്കും അതിൽ ജീരകമാണ്, ചെറുജീരകമാണ് ആദ്യം ഇടുന്നത്. കടുക് ഞാൻ പൊട്ടിക്കാറില്ല, ചെറുജീരകമാണ് ഇടുന്നത്. അപ്പോൾ അതിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം അരിഞ്ഞത്, സവാളയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ വെച്ചു. അതിനകത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ടുള്ള ജോലികൾ എല്ലാം കാണിക്കാൻ പോയാൽ എനിക്ക് സ്പീഡ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേ ജോലികളായിട്ട് കാണിക്കുന്നത് കേട്ടോ. പിന്നെ സവാള നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് പൊടികളെല്ലാം ഇട്ടു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടു. പിന്നെ ഞാൻ ഇതിനകത്ത് മീറ്റ് മസാല ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയാൽ മീറ്റ് മസാല ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി മസാല ചേർത്തു. പക്ഷേ അതും ടേസ്റ്റിയാണ് കേട്ടോ, കുഴപ്പമില്ല. അത് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അത് ഇട്ടു. അത് ഒന്ന് നല്ലതായിട്ട് പൊടിയുടെയൊക്കെ പച്ചമണം മാറി കഴിഞ്ഞപ്പോഴത്തേക്കും തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് അതും ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് എണ്ണ തെളിയാനായിട്ട് വെച്ചു. ഇപ്പം ഇതിനകത്തേക്ക് ഉപ്പുമൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കടല നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ബേ ലീഫൊക്കെ ഞാൻ ഇട്ടിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കടല ഇട്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് കടല കേട്ടോ, ഒരു തവി കടല എടുത്ത് മാറ്റി ഇത്രയ്ക്ക് കടല എടുത്ത് ഒന്ന് അരച്ച് ചേർക്കും. അപ്പോൾ ഒരു നല്ല കൊഴുപ്പ് കിട്ടും. നല്ല പേസ്റ്റായിട്ട് അരച്ചു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. അപ്പം നന്നായിട്ട് ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ചാൽ ആ കടലയുടെ സ്മെല്ല് പോവുള്ളൂ. അപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ അത് കടലക്കറിയായി. മല്ലിയിലയൊക്കെ ഇട്ട് അങ്ങനെ കടല നന്നായിട്ട് വെന്തു. അപ്പോഴത്തേക്ക് അച്ചുക്കുട്ടൻ കഴിക്കാനായിട്ട് വന്നിട്ട് അവന് രാവിലെ പോകണം. അപ്പോൾ അത് കാരണം അവൻ കഴിക്കാൻ വന്നപ്പം ഫസ്റ്റ് അവനാണ് വന്നത്. അപ്പോൾ ആദ്യം അവനാണ് പോകുന്നത്. അപ്പോൾ അവന് കഴിച്ച് അവൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഇരുന്ന് ഞാൻ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു അവൻ പോകുന്നത് വരെ. പിന്നെ ഗേറ്റ് അടച്ചേച്ച് വന്നിട്ടാണ് പിന്നെ അടുത്തത് ചിക്കൻ കറിയായിട്ട് വെക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇതും സവോളയെല്ലാം അത് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം വഴറ്റി കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇച്ചിരി മസാലയൊന്ന് ചൂടാക്കിയാണ് ചേർത്തത്. ഇത് പിന്നെ ചിക്കൻ ആദ്യം വേവിച്ച് വെച്ചിരുന്നതാണ്. അപ്പം അത് ഞാൻ വിസിൽ അടുപ്പിക്കത്തില്ല, ജസ്റ്റ് ആവി കയറുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് അവിടെ വെച്ചേക്കും. പിന്നെ മസാല മൂപ്പിച്ചതിന് ശേഷം അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒത്തിരി നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് നന്നായി, കാരണം രണ്ടും നല്ലതായിട്ട് മൂത്തിരിക്കുന്ന കാരണം പിന്നെ അതിനകത്തോട്ട് ഡയറക്റ്റ് നമുക്ക് ചേർക്കാം. പിന്നെ അതിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് അത് ഞാൻ ഈ മൂപ്പിക്കുന്നതിനകത്തോട്ട് ഇടാറില്ല കേട്ടോ. പിന്നെ തക്കാളിയും കൂടെ ചേർത്ത്, തക്കാളി ഞാൻ എപ്പോഴും ലാസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ അതിനെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും, അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ കേട്ടോ. പിന്നെ വേവിച്ച് വെച്ച് ചിക്കൻ ഇട്ടു. അത് പിന്നെ അവിടെ കിടന്ന് വെന്തത് എല്ലാം നല്ല പാകത്തിനാണല്ലോ. ഉപ്പൊക്കെ ഈ സമയത്ത് തന്നെ ഞാൻ നോക്കി എല്ലാം ചേർക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാണ് ചിക്കൻ കറി വെക്കുന്നത്. കാരണം എപ്പോഴും ഒരേ ടേസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു മടുപ്പ് വരുമല്ലോ. അപ്പം ഓരോ പ്രാവശ്യം ഓരോ പോലെ വെക്കും. അപ്പോൾ ഇത് വെളിയിൽ നിന്ന് വെയിലടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത്രയും ഒരു പാത്രത്തിലേക്ക് വെട്ടാൻ വരുന്നത്. അപ്പം ചിക്കൻ കറിയും രാവിലെ തന്നെ വെന്ത് കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയത് കേട്ടോ. ഇതിപ്പോൾ ഒരു 9:30 ആ സമയമായതേ ഉള്ളൂ.
ഇപ്പം അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ, ഞാനൊരു കൃഷ്ണനെ ഒന്ന് കുളിപ്പിക്കുന്ന വീഡിയോ കാണിച്ചില്ല. അപ്പോൾ കൃഷ്ണനെ പെയിൻറ്റ് ചെയ്യാനായിട്ട് എടുത്താണ്. എല്ലാം നന്നായിട്ട് വരണേന്ന് നാരായണ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പെയിൻ്റ് അടിക്കാൻ തുടങ്ങുന്നത്. കാരണം എപ്പോഴും നമുക്കൊരു ദൈവത്തിനെ കയ്യിലോട്ട് എടുക്കുമ്പോൾ സത്യത്തിൽ ഒരു പേടിയാണ് കേട്ടോ. എന്നാലും വിധു ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കയ്യിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യാൻ തന്നെ നോക്കുകയാണ്. അപ്പം ആദ്യം ശരിക്കും ഏത് കളർ, അപ്പം വിധുവിന് നീല കളറ് വേണ്ട. ശരിക്കും എപ്പോഴും കൃഷ്ണൻ്റെ ഒരു പ്രതിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ബ്ലൂ കളറാണല്ലോ വരുന്നത്. അപ്പോൾ ആ കളറ് വേണ്ട, അല്ലാതെ ഒരു കളറ് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് സ്കിൻ കളറാണ് ചൂസ് ചെയ്തത്. ഇത് കംപ്ലീറ്റ് ഒന്ന് ചെയ്തതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കും, കാരണം എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എല്ലാം ഒന്ന് ഉണങ്ങിയതിന് ശേഷമേ അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഏകദേശം കുറേയൊക്കെ തീർത്തതിന് ശേഷം ഞാൻ ഉണക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതെനിക്കൊരു ഫോണാണ്, എനിക്ക് ഇവിടെ അടുത്തുള്ളൊരു ചേട്ടൻ കൊണ്ട് തന്നതാണ്. അപ്പോൾ അത് കുറച്ച് ദിവസമായി ഞാൻ ഈ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നടാനായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. 2:30 സമയമാണ്, ഉച്ചയ്ക്ക് ഊണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം. എന്തേ കണ്ടോ എന്നാ വെയിലാണെന്ന് നോക്കി. അപ്പോൾ ആ സമയത്താണ് ഞാൻ വെളിയിലോട്ട് വന്നത്. ഒരു 2:30. അപ്പോൾ ഈ സമയത്ത് ഞാൻ വിനോട്ടൻ വന്നു, അച്ഛനും വിനോട്ടനും ഒക്കെ ചോറൊക്കെ കൊടുത്തു, ഞാനും കഴിച്ചു. ഉച്ചത്തെ ജോലികളെല്ലാം തീർത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ വെളിയിൽ വന്ന് ഇതും കൂടെ നട്ടേക്കണം. മാറ്റി വെക്കുമ്പോഴേ അതങ്ങനെ പോയാലോ. ഇത് പിന്നെ മാൻഡിവില്ല ഞാൻ നട്ടു വെച്ചിരുന്നു, 2 കളർ നട്ടായിരുന്നേ. അതിൽ ഒരെണ്ണം പോയിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം പോയി ഇരിക്കുകയായിരുന്നു, അത് പോയി. അപ്പോൾ ഞാൻ അതിനെ എന്നാലും അതിൻ്റെ അടിയിൽ വേരുണ്ട്. അപ്പം ഞാൻ അതിനെ ഒന്ന് പൊക്കിയെടുത്തിട്ട് വേറൊരു ഇതിലോട്ട് പോട്ടിലോട്ട് വെച്ചു. ചുമ്മാ വെച്ചതാണ്, എങ്ങാനും പിടിക്കട്ടെ എന്ന് വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് ഇതും കൂടി ഒന്ന് നട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഇച്ചിരി നന്നായിട്ട് കുറേ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കുമല്ലോ. മറ്റേ ഞാനെല്ലാം ഹാങ്ങിങ് പോട്ടിലാണ് ഇവിടെ ഫേണൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കുറേ അത് ഒരു ടൈപ്പിൽ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. ഇതിന് ഇനിയിപ്പോൾ എന്താ പേരെന്നൊന്നും എനിക്കറിയത്തില്ല, അതിനകത്ത് പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ അതിങ്ങനെ ഒരു വല്ലാതെ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതിനിപ്പം ഞാൻ പിന്നെ അതിൽ കിടന്നിരുന്ന ഇലയൊന്നും കളഞ്ഞില്ല. ഇതാണ് എൻ്റെ കയ്യിൽ ആകെ ഈ ഒരു ഫോണേ ഉള്ളായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനി ഇതൊന്ന് എടുത്ത് കൊടുക്കണം. അപ്പോൾ എന്താണ്ട് ഇത് അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേണ്ട ഇതൊക്കെ അങ്ങനെ പോയി കേട്ടോ, അരിയിലേക്ക് പോയി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടണം. മഴയായതിനു ശേഷം വെട്ടാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. പ്രാവശ്യത്തെ മഴയത്ത് അതെല്ലാം വെട്ടിക്കണം. കാരണം കുഞ്ഞി ആ ജനലിൽ നിന്ന് എടുത്ത് ചാടുന്നതാണത്. ഇത് കണ്ട ഇതൊക്കെ ഇങ്ങനെ മറിച്ചിട്ടിരിക്കുന്നത് അതിൻ്റെ മേളിൽ ജനലാണ്. അപ്പം അവൾ ഇവിടെ ഉണ്ട്, അവിടെ സൈഡിലിങ്ങനെ വിശ്രമിക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാനിവിടെ നിൽപ്പുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവളത് എല്ലാം മറിച്ച് കളഞ്ഞാണ്, അതിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ ചാടുമ്പോഴത്തേക്കേ. ഇത് പിന്നെ ജെറീനിയ ഞാനന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ജെറീനിയൊക്കെ നട്ട് അതിലൊക്കെ പൂ വന്നു. പിന്നെ ചിലതിലൊക്കെ പൂ വന്നിട്ട് ചിലതിലൊക്കെ മൊട്ടുമുണ്ട്. പിന്നെ ഞാനിവളെ കുറച്ച് നേരം അവിടെ ഇരുത്തി ഒന്ന് കളിപ്പിച്ചു. കാരണം അവൾ അവിടെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമാണ് കുറച്ച് നേരം അവളുടെ അടുത്ത് ഇരുന്ന് ഒന്ന് കളിപ്പിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് അവിടെ ഫ്രണ്ടിലെ വീട്ടിലെ അക്കായ എന്ന് കണ്ടത്. അക്കായോട് ഒന്ന് സംസാരിച്ച്. അപ്പം നല്ല വെയിലാണ്. അപ്പം ഞാൻ അക്കായോട് പറഞ്ഞു നല്ല വെയിലാണ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അകത്തോട്ട് കയറിപ്പോയിരുന്നു. പിന്നെ ഇത് ഞാൻ കിളികൾക്ക് ഇച്ചിരി വെള്ളം വെക്കണം, അതെനിക്ക് കുറേ ദിവസമായിട്ടുള്ള എൻ്റെ ഒരാഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും വിട്ട് പോവും. അപ്പോൾ ഇന്ന് അവിടെ ഇരുന്നപ്പോൾ അതിങ്ങനെ ഓർത്തു. അന്നേരം ഞാൻ അവിടെ ഒരു കുഞ്ഞൊരു മരം പോലത്തെ ഒരെണ്ണമുണ്ടല്ലോ, അപ്പോൾ അതേ വന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൂച്ച ഇവിടെ ഉള്ളത് കാരണം ഒരു രക്ഷയില്ല. അവൾ ഉടനെ അതിനെ എല്ലാം ഓടിക്കും. ഞാൻ എന്നാൽ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ അവിടെ കൊണ്ട് വെച്ചതാണ്. പക്ഷേ ഞാനത് വെച്ചപ്പോൾ തൊട്ട് അവൾ അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ കിളി വന്നിരിക്കുമ്പോഴത്തേക്കും ഇവൾ വരുന്നത് കാണുമ്പോൾ അതുങ്ങൾ പറന്നു പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണങ്ങാനിട്ടിരുന്ന തുണിയെല്ലാം കൂടി എടുത്തിട്ട് വന്നു. അന്നേരത്തേക്കും ഉണങ്ങി കേട്ടോ. രാവിലെ കൊണ്ടിടുന്നതല്ലേ, അപ്പോഴത്തേക്കും 3 മണിയൊക്കെ കഴിഞ്ഞല്ലോ. 3:15 അന്നേരത്തേക്കും ഞാൻ തുണിയെല്ലാം എടുത്ത് അകത്ത് കൊണ്ടുവന്ന് വെച്ചു. ഈ സമയം തൊട്ട് ഞാൻ റെസ്റ്റ് എടുക്കാൻ കേട്ടോ. വൈകുന്നേരം വരെ ഇനിയിപ്പോൾ ഒരു വിളക്ക് കത്തിക്കുന്നത് വരെ ഞാൻ റെസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ഞാൻ വേറെ ജോലികളൊന്നും ചെയ്യില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഈ സമയത്തായിരിക്കും കേട്ടോ. ഈ വൈകുന്നേരത്തെ ഒരു സമയത്തായിരിക്കും എഡിറ്റിങ് ഒക്കെ ചെയ്യുന്നത്. ഇത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഞാൻ പെയിൻറ്റ് ചെയ്യുകയാണ്. മറ്റേ രാവിലെ ചെയ്ത് വെച്ചിരുന്നതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സന്ധ്യ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടി പെയിൻറ്റ് ചെയ്യുകയാണ്.
അപ്പോൾ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് പിന്നെയും ഉണങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇനി പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ കംപ്ലീറ്റ് തീർന്നതിന് ശേഷമേ ഞാൻ കാണിക്കത്തുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും കൃഷ്ണനെ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടത്തില്ല. ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പം കുറച്ച് ബാക്കിയും കൂടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.